വേളി ടൂറിസ്റ്റ് വില്ലേജ് എനിക്ക് ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉള്ളൊരു സ്ഥലം. എൻ്റെ ഊരും പേരും ഒക്കെ അറിയാവുന്നൊരു വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഈ വേളിയിൽ എന്താണ് ഇത്ര ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്നല്ലേ. പറയാന്നേ, കുട്ടിക്കാലത്ത് നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ എല്ലാ വർഷവും പിക്നിക്, എക്സ്കർഷൻ എന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുമല്ലോ. ഞങ്ങളെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ മുടങ്ങാട് കൊണ്ടുവന്നൊരു സ്ഥലമാണ് ഈ വേളി. ഇവിടെ മാത്രമല്ല കേട്ടോ, പ്ലാനറ്റോറിയം, ശംഖുമുഖം, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഞങ്ങളുടെ പിക്നിക് സ്പോട്ട്. ഈ കാണുന്ന പാർക്കും ഗാർഡനും വഴിയോര പാതകളും നമുക്കിരിക്കാനുള്ള ഇരിപ്പിടവും ഒക്കെ ഒരു അത്യാവശ്യം വൃത്തിയായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ കുഞ്ഞുനാൾ തൊട്ടേ വിലക്ക് കൽപ്പിച്ചിട്ടില്ലാത്ത ഒരേ ഒരു കാര്യം ഈ യാത്രകളോടുള്ള സമ്മതം മൂലലാണ്. പപ്പ എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടുള്ള പിക്നിക്ക് തൊട്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് വന്ന കുളു, മണാലി, റോത്തങ് പാസ് അങ്ങനത്തെ വലിയ യാത്രകൾക്ക് വരെയും സമ്മതം തന്നിട്ടുണ്ട്. തൽക്കാലം കഥ എവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മുടെ കൂടെ വന്ന പൊടിയാൻറ്റിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ് ഇവിടെ വെച്ച് നടത്തിയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. ഇതിനകത്ത് തന്നെ KTDCയുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ചായ, സ്നാക്സ്, വെള്ളം ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാട്ടോ. കാരണം കുട്ടികളെ എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റിയൊരു സ്ഥലമാണ്. പാർക്കുണ്ട്, പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണം, ഞങ്ങൾ ഇന്ന് അതിനൊന്നും പോയില്ല, പക്ഷേ ബോട്ടിംഗ്, പിന്നെ കുറച്ചുകൂടെ അങ്ങനെ ഈ വഴി നേരെ അങ്ങോട്ട് പോകുമ്പോൾ ബീച്ചാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുതിര സവാരി, പിന്നെ അവിടെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോയില്ല, പക്ഷെ പകരം ഇന്ന് നമ്മൾ അവിടുത്തെ ഒരു മിനിയേച്ചർ തീവണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് കയറിയത്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ഈ ഒരു 15 മിനിറ്റ് വരുന്ന യാത്രയുടെ റേറ്റ്. പക്ഷെ അത്യാവശ്യം നല്ലൊരു യാത്രയാട്ടോ. നമുക്ക് അതിനകത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് അവർ ചുറ്റിക്കറങ്ങി കാണിച്ചുകൊണ്ട് വരും. ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ അവിടെ ഇരുന്ന് കായൽ കാഴ്ചയും കണ്ട് സൊറ പറഞ്ഞിരിക്കാനും നല്ല രസാട്ടോ. ആ കുട്ടികൾ ഓടിപ്പോകുന്ന വഴിയിലൂടെ നേരെ ചെല്ലുമ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അതിലൂടെ നടന്നാണ് നമ്മൾ ബീച്ചിലോട്ട് എത്തുന്നത്. 2 വർഷം മുന്നേ കിച്ചുവിനെയും കുട്ടി നമ്മളിവിടെ വന്നിരുന്നു. അന്ന് കിച്ചുവിൻ്റെ ഒരു ഫ്രണ്ടും അമ്മയും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അന്ന് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് വൈകിയതുകൊണ്ട് ഈ ട്രെയിനിൻ്റെ സമയം കഴിഞ്ഞു പോയായിരുന്നു. അപ്പം അന്നത് കയറാൻ പറ്റാഞ്ഞിട്ട് കിച്ചുവിന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് ആ സങ്കടം കൂടെ തീർക്കാനാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രെയിനിൽ കയറിയേക്കുന്നത്. ഞാൻ ഓർക്കുമായിരുന്നു, കുഞ്ഞുനാളൊക്കെ ഒരു യാത്ര പോകുമ്പോൾ എത്ര കെയർ ഫ്രീ ആൻഡ് കെയർലെസ് ആയിരുന്നു. ഒന്നും അറിയണ്ട, എന്തൊക്കെ കാര്യങ്ങൾ പാക്ക് ചെയ്യണമെന്ന് പോലും ചിന്തിക്കണ്ട, ഒരു ടെൻഷനില്ല, ഒന്നിനെയും പറ്റി അധികം ആലോചിക്കണ്ട, വീട്ടിൽ നിന്നെല്ലാം ചെയ്തു തന്നോളൂല്ലോ. ഇപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് ഒന്ന് കൊല്ലം വരെ പോകണമെങ്കിൽ പോലും പാക്കിങ്ങിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മടിയാണ്. എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളായല്ലേ. ഇനിയും മടങ്ങി വരാത്ത ആ ബാല്യകാലത്തെ പറ്റി പറഞ്ഞ് അധികം ഞാൻ ആരെയും സങ്കടപ്പെടുത്തുന്നില്ല. ട്രെയിൻ സവാരി കഴിയാൻ സമയമായി. ഇനിയിപ്പോൾ പതുക്കെ നമ്മൾ ശംഖുമുഖത്തോട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ കിച്ചുതേ ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങി ഇതും ഈ വഴിയോര കച്ചവടക്കാരും കളിപ്പാട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ എന്താ പറയുക, ഒരു ഉത്സവത്തിൻ്റെ ഫീലുണ്ടല്ലേ.